ഇവിടെ ആരും വന്നിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഈ കടലാസ് ഞാൻ വരുമ്പം ഈ കൊലായിലിരിക്കുന്നുണ്ട്, കിടക്കുക, കിടന്നുറങ്ങാണ്. എന്നിട്ട് നിങ്ങൾ കാറ്റും വരുന്നില്ല വെള്ളവും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നടക്കൂ. എന്തൊരു കഷ്ടമാണ് മക്കളെ ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ബില്ലിട്ട് പൈസക്ക് ഇവിടെ വരും. ആര് തരും? ആരും തരില്ല. കാറ്റിന് ബില്ല് വരും എന്നാൽ ഇവിടെ അതും വന്നിട്ടുണ്ട്. ഇത് അമൃത് പദ്ധതിയിലെ പൈപ്പ് കണക്ഷനാണ്. ചിലതിലൊന്നും കാറ്റ് പോലുമില്ല, എന്നാൽ കാറ്റിനേക്കാൾ വേഗത്തിൽ ബില്ല് വന്നിട്ടുണ്ട്. അറിയില്ല വെള്ളം ഇല്ലെന്നോ ഇല്ലെന്നുള്ളത്. പൈപ്പ് തുറന്നൊക്കെയാ ഇങ്ങനെ ഉണങ്ങി കിടക്കുക, വെള്ളമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ബില്ലും വന്നു. 2 കൊല്ലം മുന്നേ വണ്ടിയും വെള്ളമൊക്കെ വന്നീന്. ഇപ്പം അതൊന്നുമില്ല. ഇനിയിപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ പേടിയാ. പിന്നെ വെള്ളത്തിന് കൊടുക്കാൻ പായുന്നു. കോഴിക്കോട് ബേപ്പൂരിൽ അമൃത് പദ്ധതിയുടെ പൈപ്പ് കണക്ഷൻ എടുത്ത 25ഓളം വീട്ടുകാർക്കാണ് വാട്ടർ അതോറിറ്റി വെള്ളം നൽകുന്നതിന് മുൻപ് ബില്ല് നൽകിയത്. ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷന്റെ പൈപ്പ് കണക്ഷൻ എടുത്ത പലർക്കും ഇത്തരത്തിൽ പരാതിയുണ്ട്. ഇത് പ്രശ്നം വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണ്, അല്ലാതെ പിന്നെ വേറെ ആളെയും പ്രശ്നമല്ല. ഉദ്യോഗസ്ഥന്മാരിത് നോക്കാതെ ചെയ്ത പണിയാണ് ഇതൊക്കെ. ഇത്തരത്തിൽ ബില്ലുകൾ വന്നതിന്റെ കാരണം പറയാൻ വാട്ടർ അതോറിറ്റിയുടെ നിരവധി ഓഫീസുകളാണ് ഞങ്ങൾ കയറിയിറങ്ങിയത്. എന്നാൽ എവിടെ നിന്നും കൃത്യമായ ഒരു മറുപടിയും ലഭിച്ചില്ല. ഒടുവിൽ മലാപ്പറമ്പിലെയും കുണ്ടായിത്തോടിലെയും സബ് ഡിവിഷൻ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് ടാഗ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നമാണെന്നും ഉപയോക്താക്കൾ പരാതി നൽകിയാൽ അത് ഒഴിവാക്കി നൽകുമെന്നാണ്. വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. കണക്ഷൻ ആയി കഴിഞ്ഞാൽ ഒരു ടാഗ് ചെയ്യുന്ന ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ പുറത്തുള്ള പരിപാടികളും ബാക്കി ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പോകും. ഓരോ ഏരിയയിൽ ഓരോ കരാറുകാരെ വെച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം അവർ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ ഇഷ്യൂ ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പഴയ ലൈനിൽ ഏതെങ്കിലും ഇന്റർ കണക്ഷൻ കൊടുക്കുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. പഴയ ലൈനിലേക്ക് അമൃതത്തിന്റെ ലൈൻ വേറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്നത് ചിലപ്പോൾ വിട്ടുപോയതാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എടുത്തിട്ട് നോക്കിയിട്ട് ഇപ്പോൾ 2 മാസം മുന്നാണ് ഇത് കണക്ഷൻ എടുത്തിട്ട് പോയത്. പിന്നെ ഇപ്പോൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ പുതിയ റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടിപ്പോൾ ഒരു 2 വർഷത്തെ ഒരു കാലതാമസത്തിന് ശേഷമാണ് ഈ റോഡ് ഇവിടെ വന്നത്. അപ്പോൾ ഈ റോഡ് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് വാട്ടർ അതോറിറ്റി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കൗൺസിലറോട് ഇതിപ്പോൾ റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പേ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഈ കിടക്കുകയാണെങ്കിൽ റോഡ് ആയതിൻ്റെ ശേഷം പിന്നെ അത് പൊളിച്ചിട്ടിട്ട് വീണ്ടും പണിയെടുക്കേണ്ട ഒരു ഘട്ടം വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പേ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഈ പൈപ്പ് ഇട്ടാളിന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ റോഡിൻ്റെ പണി തീരുന്നതിന് മുമ്പേ പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന് കണക്ഷൻ കൊടുക്കും, എന്നിട്ട് വെള്ളം ചാലുമാക്കി കഴിഞ്ഞാൽ ഇവിടെയും ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നേരം അറിയാം എന്ന് പറഞ്ഞിട്ട് അവരതുപോലും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇട്ടച്ച് പോയിട്ട് പിന്നെ ഇവിടെ ബ്ലോക്കാണെന്ന് പറഞ്ഞ് പുതിയ റോഡ് കുത്തിക്കളക്കുകയും അവിടെ നമ്മളെല്ലാവരും കൂടി ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകൾ കൂടി അതേമാതിരി ജോയിൻറ്റ് ചെയ്യിക്കുകയും ഇപ്പോഴാ നിങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പോൾ അവിടെ കയറുന്നോട് തന്നെ പിന്നെ കുട്ടികൾക്ക് വരെ അപകടം സംഭവിച്ചിരിക്കുന്നു. ഒരു വണ്ടിയായിട്ട് വരെ പോകാൻ വരെ അതിൻ്റെ എത്തുകൂടെ വരാൻ വരെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഞാൻ എൻ്റെ ജോലിക്ക് പോയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞത് ഇവിടെ വെള്ളത്തിൻ്റെ ബില്ല് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബില്ല് വാങ്ങണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ, വെള്ളം വന്നിട്ട് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പൈസ കൊടുക്കേണ്ടത്, അല്ലാതെ ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇവിടെ വെള്ളം കിട്ടാൻ വേറെ എന്തെങ്കിലും എന്ത് വഴിയാണ് മോളെ ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു വഴിയില്ല. ഇതൊക്കെ തന്നെ വഴി. ഞങ്ങൾക്ക് വെള്ളം അടിച്ച് തരുന്ന പറഞ്ഞ് പൈപ്പ് ലൈൻ ഇട്ട് കണക്ഷൻ കൊടുത്ത് എല്ലാം ചെയ്ത് എന്നിട്ട് ഇതുവരെ ഒരു വെള്ളം വരാത്തതിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പോലെ വൈത്തര നടക്കാനോ അതോറിറ്റിയിൽ പോയിട്ട് ചെയ്യാനോ ഒന്നും കഴിവില്ല മോളെ. അതിനെ പൈസ ഒഴിവാക്കി തരാം. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പിഴവിന് പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങേണ്ടത് നാട്ടുകാരാണ്. വേനൽ കടുക്കുമ്പോൾ വെള്ളത്തിന് കൂടി ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിൽ ആളുകളെ ഇങ്ങനെയും കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്ക് ആരുത്തരം നൽകും?